ഗുഡ് മോർണിംഗ് വിനയൻ സാർ. പവർ ഗ്രൂപ്പിന്റെ തലവൻ ദിലീപ് ആണ് എന്നതിലേക്ക് എത്തുന്ന സൂചനകളാണ് ഇപ്പോൾ ആർ റോഷിപാലിന് കൃത്യമായി കിട്ടിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ സത്യം എന്ന സിനിമ ഇറങ്ങി 20 കൊല്ലമായി. അക്കാലയളവിൽ സംഭവിച്ചതിന്റെ ഒരു തുടർച്ചയാണോ പിന്നീട് അങ്ങോട്ട് സിനിമാ ലോകത്ത് കണ്ടത്? ഈ പവർ ഗ്രൂപ്പിന്റെ ലീഡ് അത് ദിലീപ് ആയിരുന്നു. ഗുഡ് മോർണിംഗ് സുജയ. ഞാൻ പറഞ്ഞിരുന്നു പലയിടത്തും. അന്ന് പവർ ഗ്രൂപ്പ് എന്നൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കൂടി ഈ അന്ന് സിനിമയിൽ ഇത്തരം വിലക്കുകൾക്കും ഇത്തരം മാറ്റിനിർത്തലുകൾക്കും ഊരുവിലക്കിനുമൊക്കെ നേതൃത്വം കൊടുത്തൊരു വ്യക്തിയായിരുന്നു ദിലീപ് എന്ന് ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിരുന്നു. ഇപ്പം ദിലീപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കല്യാണ സൗഗന്ധികം എന്നുള്ള സിനിമ തൊട്ട് ഏതാണ്ട് 10ഓളം സിനിമകൾ, ദിലീപ് സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പുള്ള അയാൾ സ്റ്റാർ ആയിരുന്ന സിനിമകൾ, അത് കഴിഞ്ഞ് വലിയ സ്റ്റാർ ആകുകയും ഈ 2020 എന്നുള്ള ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്ത ശേഷം സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയെക്കാട്ടിലും മോഹൻലാലിനെക്കാട്ടിലും കൂടുതൽ സിനിമാ മേഖലയിൽ ദിലീപ് ഒരു വലിയ ശക്തിയായിട്ട് മാറിയിരുന്നു. ആ ശക്തിയുമായിട്ട് മാറിയ സമയത്താണ് ഞാനന്ന് മൈക്രോ ഫെഡറേഷന്റെ 2006 അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നത്, അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നതും ഹരിഹരൻ സാറായിരുന്നു അതിന്റെ പ്രസിഡന്റ്. അങ്ങനെ വന്നു. അന്നാണ് ദിലീപിനെതിരെ ഒരു ഇഷ്യൂ, ഒരു ഒരു പ്രശ്നവുമായിട്ട് സംവിധായകൻ വരുന്നു. അദ്ദേഹം എന്തോ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു. 40 ലക്ഷം രൂപ അഡ്വാൻസ് ഒരുമിച്ച് മേടിച്ചിട്ട് ഡേറ്റ് കൊടുക്കാതെ ഇതൊക്കെ നടത്തി. ഞാനന്ന് പൊള്ളാച്ചിയിലാണ്, ഒരു തമിഴ് പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ്. ഇവിടുന്ന് ഏതോ ഡയറക്ടേഴ്സൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു വിനീതിലാണ് പഠനം. ഞാൻ പറഞ്ഞു നിങ്ങൾ പോരെ. നമ്മുടെ മരിച്ചുപോയ ഹരികുമാർ സാറ്, അതുപോലെ കെ മധുച്ചേട്ടൻ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാനങ്ങനെ ഇന്നസെന്റ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് ശരിയല്ലല്ലോ, വ്യക്തമായൊരു എഗ്രിമെന്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നസെന്റ് ചേട്ടൻ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്, പിന്നെ അത് എന്താണ്, അവനോട് ഞാൻ അന്ന് എൻ്റെ അടുത്ത് വന്നതാണ് ഇഷ്യൂ. കോളേജ് കുമാരൻ എന്നുള്ളൊരു പടം കണ്ട് ഇടയം കണ്ട തുളസീദാസ് ചെയ്ത ആ സിനിമ ഓടിയില്ല. അതുകൊണ്ട് ദിലീപ് പറയുന്നു അത് എഗ്രിമെന്റ് ഒന്നും പ്രശ്നമല്ല, അത് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറുന്നു. ഞാൻ പറഞ്ഞു അത് ശരിയല്ല, ഒരു പടം ഓടിയില്ല, ഓടുന്നു എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പുള്ളി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് ഇഷ്യൂ ആണെങ്കിലും അവനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് വിളിച്ചു. അപ്പോഴും പുള്ളി പറഞ്ഞു ഇല്ല, ആ പടം ചെയ്യുന്ന പ്രശ്നമില്ല എന്ന്. അങ്ങനെ അതൊരു നിയമപരമായിട്ട് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടും വ്യക്തമായ എഗ്രിമെന്റ് ഉള്ളതുകൊണ്ടും ഞാനത് മൈക്രോ ഫെഡറേഷന്റെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുകയും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് 3 മാസം ദിലീപ് സെറ്റിൽ ചെയ്യണം. അതിനകത്തൊരു ഭയങ്കര പ്രൊഫഷണൽ എത്തിക്സിന്റെ പ്രശ്നമുണ്ട്. അതാണ് ഇഷ്യൂ ആയിട്ട് മാറുകയും ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ദിലീപും നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന ഇപ്പോഴത്തെ രഞ്ജിത്തും ഒക്കെ കൂടെ കൂടിക്കൊണ്ട് അങ്ങനെ ദിലീപ് പറഞ്ഞത് ആ വാക്ക് പോലും എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ അച്ചടക്കം പഠിപ്പിക്കാൻ വന്ന വിനയനങ്ങളാണ്, ഇൻഡസ്ട്രി വേണ്ട. അപ്പം അങ്ങനെ പോലും ഞാൻ എൻ്റെ സഹോദരനെ കണക്ക് കൂടെ നിർത്തിയിരുന്ന 10ഓളം സിനിമകൾ ചെയ്ത ഒരു ആൾ പറയണമെങ്കിൽ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഒറ്റ രാത്രിയോ 2 രാത്രിയോ കൊണ്ട് മലയാള സിനിമയിലെ പ്രമുഖരൊക്കെ മൈക്രോ ഫെഡറേഷനിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഒരു പുതിയ യൂണിയൻ അവര് ജൂലൈ 20 എങ്ങാണ്ട് 2007 സരോവരത്തിൽ വെച്ച് വലിയൊരു മീറ്റിംഗ് കൂടുകയും ഈ പറയുന്ന സൂപ്പർ താരങ്ങളായിരുന്നു സ്പോൺസർ ചെയ്തത്. അവര് എല്ലാം കൂടി പ്രസംഗിച്ച് വലിയ സംഭവമായിരുന്നത്, ലൈവായിരുന്നു അന്ന് മീഡിയകളൊക്കെ. അതിനകത്ത് ഗണേഷ് കുമാറും ഒക്കെ പ്രസംഗിച്ച വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെയാണ് അവര് ഈ മൈക്രോ ഫെഡറേഷൻ കംപ്ലീറ്റ് പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സ് മുഴുവൻ മാറിക്കഴിയുമ്പം പിന്നെ തൊഴിലാളികളൊക്കെ ഇപ്പോഴായിരുന്നു, പക്ഷേ അവർക്ക് പണിയില്ല, ഇവരെ വിളിക്കത്തില്ല. അങ്ങനെ 2-3 മാസം കൊണ്ട് മൈക്രോ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന വിശേഷം തീർത്ത് അത് അവരെന്നെ വിലക്കുന്നു. വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ വേണ്ട, അയാൾ കാലഹരണപ്പെട്ടവനാണ്. മലയാള സിനിമയിൽ നിന്ന് ഇന്നത്തെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ TV-യിൽ ഡയറക്റ്റായിട്ട് കയറിയിരുന്നു പറയുന്നു. ഒരാളും എൻ്റെ കൂടെ ഇല്ലായിരുന്നു, തൊഴിലാളികളുണ്ടായിരുന്നു, അവരെല്ലാം അപ്പുറത്ത് പോയി. അന്നത്തെ മീഡിയകൾ, ഞാനൊരു ഇന്റർവ്യൂ നടത്തിയാൽ എൻ്റെ ഇന്റർവ്യൂകൾ ഇവർ ചെക്ക് ചെയ്തിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യത്തുള്ളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അങ്ങനെ ഒരു ഫാസിസ്റ്റ് രീതി ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് നല്ല ഒരു 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 ഉദാഹരണം ഉണ്ടായിരുന്നു, ഞാൻ പേരൊന്നും പറയുന്നില്ല അന്ന്. അപ്പം എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തുക, ഞാൻ ഏതെങ്കിലും മീറ്റിങ്ങിന് എന്നെ വിളിച്ചാൽ, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷന് വിളിച്ചാൽ ഞാനുണ്ട്, ഇവർ വരാതിരിക്കുക, അങ്ങനെ ഒരു ഭയങ്കര ഊരുവലക്കൊക്കെ ആയിരുന്നു. അതിനെ ഞാൻ നേരിട്ടത്. എനിക്കെതിരെ ഇവർ
എന്താ പറയുക, അന്ന് ഓർക്കുഡ് എന്നൊക്കെ പറയുന്ന എന്തോ ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ അതെ, ഫേസ്ബുക്കിന് മുൻപുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഓർക്കുഡ്. അതെ അതെ അതെ, അതിലൊക്കെ വി ഹേറ്റ് വിനയൻ എന്നൊക്കെ പറഞ്ഞ് ഫാൻസ് അസോസിയേഷനെ കൊണ്ട് വലിയ പേജസ് ഒക്കെ ഉണ്ടാക്കി എന്നെ മാനസികമായിട്ട് ഇവർക്ക് എങ്ങനെ തകർക്കാൻ, ഞാൻ തിരിച്ച് സിനിമയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം. അന്നാണ് ഞാൻ ഒരിക്കലും ഒരു പ്രസ് മീറ്റ് നടത്തി പറഞ്ഞത്, പാലാരിവട്ടത്ത് തട്ടുകടയിട്ട് ജീവിച്ചാലും ഞാൻ ഇവർക്ക് വഴങ്ങില്ല എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ